വിൻസെൻഷൻ സഭയിലെ വൈദികർക്ക് ഞാൻ വാർഷിക ധ്യാനം പ്രസംഗിക്കുകയായിരുന്നു. പനക്കലച്ചൻ, തടത്തിലച്ചൻ, മണലേലച്ചൻ തുടങ്ങിയ വലിയ ധ്യാനഗുരുക്കന്മാരും അതിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഇടവേളകളിൽ ആരും സംസാരിക്കുന്നേയില്ല. അപ്പോൾ ഞാൻ എടാട്ടച്ചനോട് ചോദിച്ചു, എന്താണ് ആരും സംസാരിക്കാത്തത്? അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: അച്ഛാ, അച്ഛൻ്റെ 1 മണിക്കൂർ നേരത്തെ പ്രഭാഷണം ഞങ്ങൾ നെഞ്ചേറ്റണമെങ്കിൽ, ഞങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ ആ പ്രസംഗത്തിലൂടെ ഒന്നുകൂടി കടന്നു പോകേണ്ടതുണ്ട്. 2 പ്രസംഗങ്ങൾക്കിടയിലുള്ള ഇടവേളകളിൽ ഞങ്ങൾ അച്ഛൻ്റെ വാക്കുകളിലൂടെ ഒന്നുകൂടി കടന്നു പോവുകയാണ്. അതിനാൽ സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും സംസാരിക്കാൻ പറ്റാതെ പോവുകയാണ്. ഇങ്ങനെയൊരു മറുപടി ഞാൻ ആദ്യം കേൾക്കുന്നതല്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ എൻ്റെ പ്രഭാഷണങ്ങൾ അപ്പോൾ റെക്കോർഡ് ചെയ്ത് വിതരണം ചെയ്യുകയാണ്. ഞാൻ പഠിപ്പിക്കുന്ന മേജർ സെമിനാറുകളിൽ പലയിടത്തും വൈദിക വിദ്യാർത്ഥികൾ എൻ്റെ ബൈബിൾ ക്ലാസുകൾ റെക്കോർഡ് ചെയ്ത് പഠിക്കുകയാണ്. വിശ്വാസത്തെ യുക്തിയിൽ അടിസ്ഥാനമിട്ട് അവതരിപ്പിക്കാനാണ് ഞാൻ എന്നും ശ്രമിച്ചിട്ടുള്ളത്. അതിൽ ആകൃഷ്ടരായവരും എന്നെ കേട്ടവരുമായ പലരിൽ നിന്നുമുള്ള ആവശ്യപ്രകാരം എൻ്റെ വചനപ്രഘോഷണവും വചനവ്യാഖ്യാനവും വീണ്ടും വീണ്ടും കേൾക്കാൻ അവസരമൊരുക്കുകയാണ്. യേശു ആരാണ് എന്ന രഹസ്യത്തിലേക്ക് ഇറങ്ങാനും അതുവഴി ഞാനും നിങ്ങളും ആരാണ് എന്നുള്ള സമസ്യയുടെ ഉരുക്കഴിക്കാനും കഴിയുമെന്ന വിശ്വാസത്തോടെ മാണിപ്പറമ്പിലച്ചൻ.